കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 2024 വിട പറഞ്ഞ് 2025 വിശ്വാസത്തോടെ പാദം ചവിട്ടുവാൻ ദൈവം നമുക്ക് തന്ന കൃപയോർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 48:14 നമ്മെ എന്നുമെന്നും വഴി നടത്തുവാൻ കഴിവുള്ള ദൈവത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ വഴി നടത്തിയ ദൈവം മേലാലും നമ്മെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ദൈവം തരുന്ന ഉറപ്പ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം നൽകുന്ന ഉറപ്പും ഒരു ഭക്തന്റെ വിശ്വാസവുമാണ് എന്റെ ദൈവം എന്നെ ജീവപര്യന്തം വഴി നടത്തും എന്ന്. അതെ, 2025 പാദങ്ങൾ വെച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ, മുൻപോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ എന്തെല്ലാം പ്രശ്നങ്ങളെ നാം തരണം ചെയ്യണം എന്ന് നാം അറിയുന്നില്ല. പക്ഷേ ആദിയും അവസാനവും അറിയുന്നവനായ ദൈവം, അൽഫയും ഒമേഗയുമായ നമ്മുടെ ദൈവം, ദൈവത്തിന് എല്ലാ കാര്യങ്ങളും മുൻനിർണയമാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുവാൻ പോകുന്ന വിഷയങ്ങളെ, ഇതിനെയെല്ലാം അഭിമുഖീകരിക്കുവാനുള്ള പ്രാപ്തി നമുക്കില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഈ ദൈവം ഇത് വലിയ ദൈവമാണ്. ഈ ദൈവം സൈന്യങ്ങളുടെ യഹോവയാണ്. ഈ ദൈവം കുറച്ചു കാലത്തേക്ക് മാത്രമല്ല, അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ ജീവിതത്തിന്റെ ആദിയും അന്തവുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ജനനം മുതൽ നമ്മുടെ അവസാനം വരെയുള്ള എല്ലാം അറിയുന്നവനായ ദൈവം. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നാം അറിയുന്നില്ല എങ്കിലും അതുവരെയും നിർണയിച്ചു വെച്ചിരിക്കുന്ന ദൈവം, ആ ദൈവം നമ്മെ നടത്തുവാൻ കഴിവുള്ളവനാണ്. യെശയ്യാ 46 നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് ഞാൻ മാറാത്തവൻ തന്നെ, നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും, ഞാനത് ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ചുമന്നു വിടുവിക്കുകയും ചെയ്യും. വാർദ്ധക്യമാകുമ്പോൾ, നമ്മുടെ ബലം ക്ഷയിക്കുമ്പോൾ, നമ്മുടെ കരങ്ങൾ വിറയ്ക്കുമ്പോൾ, നമ്മുടെ കാലുകൾ ആടുമ്പോൾ, നമ്മെ കൈവിടാതെ കൈക്ക് പിടിച്ച കർത്താവ്, നമ്മെ ചുമക്കുന്ന കർത്താവ്, നമുക്കെന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, നിന്റെ ഭാരങ്ങളെ നിന്നെയും ചുമക്കുന്ന കർത്താവ്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. യെശയ്യാ പ്രവചനം 43:2 പറയുന്നു, വെള്ളത്തിലൂടെയും തീയിലൂടെയും നമുക്ക് വേണ്ടി അവൻ വഴികളെ ഒരുക്കുവാൻ കഴിവുള്ളവനായ ദൈവമാണ്. അതേ, ചെങ്കടലിൽ തന്റെ മക്കൾക്ക് വേണ്ടി വഴിയൊരുക്കിയ ദൈവം, ഇതിന് എങ്ങനെ അക്കരെ കടക്കുവാൻ കഴിയുമെന്ന് ഭാരപ്പെടുമ്പോൾ, അതേ, ജീവിതത്തിന് മുമ്പിൽ എങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയും എന്ന് നീ ഭാരപ്പെടുമ്പോൾ, നിന്റെ ഭാരത്തെ മാറ്റി നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനായ ദൈവം ചെങ്കടലിലൂടെ പാതയൊരുക്കി തന്റെ ജനത്തെ കേടുകൂടാതെ അക്കരെ കടത്തിയ ദൈവമത്രേ നമ്മുടെ ദൈവം. അതേ, മാറയിൽ കൈപ്പുള്ള വേളകളിൽ
മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിയാതെ വണ്ണം കയ്പായിരുന്നു. എന്നാൽ ആ കയ്പായ വെള്ളത്തെ മധുരമാക്കിയ ദൈവം. സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിന്റെ കയ്പ, നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നടത്തിത്തരുവാൻ ഈ ദൈവം നിന്നോടൊപ്പമുണ്ട്. ആ ദൈവത്തിൽ നീ അടിയുറച്ച് വിശ്വസിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദൈവം ഇന്ന് വന്നേക്കും നമ്മുടെ ദൈവം. കുറ്റാരോപിതനായി ദുഷ്പ്രവർത്തിക്കാൻ വന്നവണ്ണം ചങ്ങല ധരിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റോമിലെ കാരാഗ്രഹത്തിന്റെ അകത്ത് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്യോസിനോട് എഴുതുമ്പോൾ പറയുന്നുണ്ട്, തിമത്യോസേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു. അവനാണ് എന്റെ ഉപനിധി. ആ ദിവസം വരെ എന്നെ കാക്കുവാൻ ശക്തൻ ഞാൻ ഉറച്ചിരിക്കുന്നു. അതെന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ദൈവത്തെ നീ വിശ്വസിക്കുക. നീ അവിശ്വസ്തനായി തീർന്ന സ്ഥാനങ്ങളിലും അവൻ വിശ്വസ്തനായി നിന്നോടൊപ്പമുണ്ട്. അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. അതേ 2025 ആരംഭം മുതൽ അവസാനം വരെ നമ്മെ ഓരോരുത്തരെയും നടത്തുവാൻ, കൈക്ക് പിടിക്കുവാൻ, സമാധാനത്തിലും സന്തോഷം നമ്മളെ നടത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് അവൻ നമ്മളെ ജീവപര്യന്തം വഴി നടത്തുവാൻ അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഈ ദൈവം, ഈ സർവശക്തനായ ദൈവം, വാക്കുമാറാത്ത ദൈവം, സ്നേഹവാനായ ദൈവം, കരുതുന്നവനായ ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, ചെങ്കടലിൽ പാതിയൊരുക്കുവാൻ കഴിവുള്ള ദൈവം, മാറയെ മധുരമാക്കുവാൻ കഴിവുള്ള ദൈവം, യോർദാനെ വിഭാഗിക്കുവാൻ കഴിവുള്ളവനായ ദൈവം, നിനക്കെതിരെ കടന്നു വരുന്ന സകല ദോഷത്തും നിന്നെ വിടിവിക്കുവാൻ കഴിവുള്ളവനായ ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ. മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ നിനക്ക് വഴികാട്ടിയായി, വെളിച്ചമായി ദൈവം നിന്നോടൊപ്പമുണ്ട്. യേശു നിന്നോടൊപ്പമുണ്ട്. അവന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഒരു പുതുവർഷത്തിനായി സ്തോത്രം. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളെ നടത്തിയ വഴികൾ, ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾ എല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, മുൻപോട്ടുള്ള യാത്രയിൽ വീഴാതെ വെള്ളം നിർത്തുവാൻ, കൈക്ക് പിടിച്ച് നടത്തുവാൻ അങ്ങ് വിശ്വസ്തരായിരിക്കുന്നുണ്ട്. സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. നിന്റെ ബലത്താൽ നിന്റെ മക്കളെ നിറച്ച് സൂക്ഷിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃ സൂക്ഷിയിൽ പാസ്റ്റർ കെ സാമുവേൽ.